ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കണതെന്ന് നോക്കാം കേട്ടോ. അപ്പം എല്ലാവരോടും ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, ആദ്യത്തെ തവണ നമ്മൾ കുബൂസ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് നന്നായിട്ട് പൊന്തി വരുന്നില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കണ്ട. ഞാനും ഫസ്റ്റ് റൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് കുബൂസ് അങ്ങനെ ചുട്ടെടുത്തപ്പോൾ അതൊന്നും നന്നായി പൊന്തി വന്നില്ല. കുബൂസൊക്കെ കഴിക്കാൻ നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു, പക്ഷേ നമ്മൾ കാണുന്ന പോലെ അത് അങ്ങനെ പൊന്തി വരുമല്ലോ, അങ്ങനെ വന്നില്ല. 2-3 ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് അത് നന്നായിട്ട് വന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ചൂടാക്കാൻ വയ്ക്കുന്ന പാനിൻ്റെ ആ ചൂടിനനുസരിച്ച് മാറ്റം വരാം, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് നന്നായിട്ട് പൊന്തി വരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് ആദ്യത്തെ 2-3 ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ചൂടും അതുപോലെ തന്നെ ഇത് പരത്തിയെടുക്കേണ്ട ആ കട്ടീനെ കുറിച്ചൊക്കെ ഒരു ധാരണ വരും. അപ്പോൾ അതിന് ശേഷം ഉണ്ടാക്കുന്നതൊക്കെ നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ശരിയായില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കണ്ട. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തതിൽ മാവ് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാവ് പൊന്തി കഴിഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. അപ്പോൾ നിങ്ങൾ 2 മണിക്കൂറെങ്കിലും മാവ് നന്നായിട്ട് പൊങ്ങാനായിട്ട് വെക്കണം. എൻ്റെ മാവ് ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ടാവുള്ളൂ. അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുബൂസ് ഉണ്ടാക്കാനായിട്ട് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് പാല്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, 1/2 ഗ്ലാസ് വെള്ളം. ഞാൻ മൈദയും ഗോതമ്പ് പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് കുബൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. വേണമെങ്കിൽ മൈദ മാത്രം ചേർത്തിട്ടായാലും കുബൂസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വയ്ക്കാം. ഇത് ചെറു ചൂടുള്ള വെള്ളമാണ്, ഒരുപാട് ചൂടുള്ള വെള്ളം വേണ്ട, അതുപോലെ ചൂട് വല്ലാതെ കുറഞ്ഞു പോകാനും പാടില്ല. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഒന്നര ടീസ്പൂൺ ഈസ്റ്റിന് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് നല്ലപോലെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 കപ്പ് മൈദ അളന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ചേർത്താൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ഒട്ടി പിടിക്കില്ല. അത് കാരണം നമുക്ക് എളുപ്പത്തിൽ കുഴയ്ക്കാനും പരത്തിയെടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പും കൂടി ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മൈദ മാത്രമായിട്ടായാലും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഈസ്റ്റിൻ്റെ മിക്സിലേക്ക് ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 കപ്പ് മൈദ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ മൈദ ചേർത്തിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മൈദയും ഗോതമ്പും കൂടി ചേർത്തിട്ട് പാകത്തിന് പാലൊഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുക. പാലും ഞാൻ എടുത്തിരിക്കുന്നത് ചെറു ചൂടോടുകൂടി തന്നെയാണ്. ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ മൈദ മുഴുവൻ ചേർത്തിട്ടില്ല, മൈദ മുഴുവൻ ചേർക്കണം. കുറേശ്ശെ പാലൊഴിച്ചിട്ട് പതിയെ മിക്സ് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക്
ഇത് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കൂടുതലായിട്ട് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ചെറു ചൂടോട് കൂടി ചേർക്കാനായിട്ട് നോക്കാം. ബാക്കിയിരിക്കുന്ന മൈദയും കൂടി ചേർക്കാം കേട്ടോ. കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കാം. ഇത് ഏകദേശം റെഡിയായി വരുമ്പോൾ തന്നെ നമ്മൾക്ക് അളന്ന് വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് കുഴയ്ക്കാനുള്ള പാകത്തിന് ഒരു 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചേർത്ത വെള്ളം പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഈ 3 കപ്പ് മൈദയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലും അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ചപ്പാത്തി മാവിൻ്റെ അത്രയ്ക്ക് ഹാർഡല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചൊന്ന് ഫോം ആക്കിയിട്ട് ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് എടുത്തിട്ടിട്ട് നന്നായിട്ട് കൈപ്പത്തി വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഒലിവ് ഓയിലാണ് കുറച്ചും കൂടി നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് എത്രത്തോളം നന്നായി കുഴച്ചെടുക്കുന്ന അത്രയും നല്ല സോഫ്റ്റായിട്ട് കുബൂസ് ഉണ്ടാവും കേട്ടോ. കൈപ്പത്തി വെച്ച് നന്നായി കുഴച്ചെടുക്കുക. അപ്പം നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വരും നമ്മുടെ മാവ്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 5-10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവിൻ്റെ പരുവം നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം, നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന ഒരു പരുവാണ്. ചപ്പാത്തി മാവിൻ്റെ പോലെ അത്രയ്ക്ക് ഹാർഡല്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒലിവ് ഓയിലാണ് നല്ലത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടായാലും ചെയ്യാം. പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോകും. ഇത് ഒരു അറേബ്യൻ ഡിഷല്ലേ, അപ്പോൾ അതിലേക്ക് അവർ കൂടുതലും ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ വെച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇതൊന്ന് മാവ് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാത്രത്തിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവ് ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ മാവ് നമുക്ക് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. ഈ മാവിൻ്റെ പുറത്തേക്കും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. തുണി നന്നായിട്ട് വെള്ളത്തിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട്. വല്ലാണ്ട് വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അത് ഈ മാവ് മുട്ടി പിടിച്ചിരിക്കും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുണി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് മൂടാം. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും മാവ് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഈ മാവ് ഞാൻ ചെറുതായിട്ടൊന്ന് വീണ്ടും കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിക്കുകയാണ്. ഇനി നമുക്ക് അധികം കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്ന നിലയ്ക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് നീളത്തിലൊന്ന് എടുക്കാം ആദ്യം. എന്നിട്ട് കത്തി വെച്ച് മുറിച്ചെടുക്കാം.
ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പം ഞാൻ ബോൾസ് എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഈ വലുപ്പത്തിൽ എനിക്കിപ്പോൾ 3 കപ്പ് മാവ് കൊണ്ട് ഇതുപോലെ 12 ബോൾസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കണം, അല്ലെങ്കിൽ മാവൊക്കെ മുകൾ ഭാഗത്ത് ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം പരത്തുന്ന സമയത്ത് ബാക്കിയുള്ളതെല്ലാം നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചപ്പാത്തിയുടെ പോലെ വല്ലാണ്ട് നൈസായിട്ട് പരത്തണ്ട, ചെറിയ കട്ടിയോടുകൂടി പരത്തിയെടുത്താലേ ഇത് നന്നായിട്ട് പൊന്തി വരുള്ളൂ. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. പൊടി നമുക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ കനത്തിലാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. ഇതിലും കനം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ട് പൊന്തി വരില്ല. അപ്പോൾ ഞാനിത് നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതുപോലെ പരത്തി വെച്ചിരിക്കുന്ന കുബൂസ് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇതിപ്പോൾ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിടാണ്. കണ്ടോ, അപ്പോൾ ഇത് ചെറുതായിട്ട് പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാനൊന്ന് മറിച്ചിടാണ്. ഇനി മുഴുവനായിട്ട് പൊന്തുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും, ഇതിപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ആദ്യത്തെ റൗണ്ട് ഒരു 1-2 എണ്ണം ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് ശരിയായില്ല. അതായത് കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു, പക്ഷേ ഇതുപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ബബിൾസായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, മുഴുവനായിട്ട് പൊന്തി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് നമ്മൾക്കത് ഉണ്ടാക്കി വന്നപ്പോഴാണ് അതിൻ്റെ ആ ഒരു ചൂടും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ആ ഒരു ഇതും മെത്തേഡും മനസ്സിലായത്. പിന്നീട് ഉണ്ടാക്കിയപ്പോൾ ശരിയായിട്ടോ. അപ്പോൾ നിങ്ങളും ആദ്യത്തെ റൗണ്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടും ഒരെണ്ണം ഒരു തവണ ഉണ്ടാക്കുമ്പോൾ കൂട്ടി വെച്ചിട്ടും അതുപോലെ അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെച്ചിട്ടും ഉണ്ടാക്കി നോക്കുക. 1-2 എണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാകം മനസ്സിലാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുബൂസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊരെണ്ണം ഞാൻ പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇത് 2 ലെയർ പോലെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ തീയിൽ ചുട്ടെടുത്തപ്പോൾ നന്നായി പൊന്തി വന്നുല്ലോ, അത് കാരണം കൊണ്ട് 2 സെപ്പറേറ്റ് ലെയർ പോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.